ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വിരമിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം സന്തോഷപൂർണ്ണമായി അർത്ഥപൂർണ്ണമായി വിരമിക്കൽ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. 23 മാർച്ചിൽ 32 വർഷത്തെ അധ്യാപനത്തിന് ശേഷം വിരമിക്കുമ്പോൾ ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി എൻ്റെ മനസ്സിലൊരു പദ്ധതിയുമില്ലായിരുന്നു. മനോജ് മാഷ് നമ്മളെ സമീപിച്ചത് വളരെ ലളിതമായ ആവശ്യങ്ങളുമായിട്ടാണ്. മനോജ് മാഷ് ഒരു ഫെഡറേറ്റഡ് ചെസ് പ്ലെയർ ആയിരുന്നു. സ്കൂൾ അധ്യാപകൻ വിരമിച്ചതിന് ശേഷം കുട്ടികളെ ചെസ്സ് പഠിപ്പിക്കണം എന്ന ആഗ്രഹവുമായി ഒരു ചെസ് മുറി വേണം, ട്യൂഷൻ എടുക്കാൻ ഒരു ക്ലാസ് മുറിയും വേണം. ഇത്രയും വളരെ ലളിതമായ ഒരു ആവശ്യമായിട്ടാണ് നമ്മളെ ബന്ധപ്പെട്ടത്. പക്ഷേ മാഷിൻ്റെ അടുത്തുള്ള കുറേ സംവാദത്തിന് ശേഷം അതിൽ മനസ്സിലായത് മാഷ് കുട്ടികളോട് അധികം സംസാരിക്കാൻ, പുതിയ പുതിയ വ്യക്തികളോട് സംസാരിക്കാൻ ഇതിനൊക്കെ വളരെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അർത്ഥവത്തായി പറഞ്ഞാൽ നമ്മളിവിടെ ഒരു റിക്വയർമെൻറ്റിന് ഡിസൈൻ എന്നതിന് ഉപരി ഒരു ആ വ്യക്തിയുടെ ആശയങ്ങൾ ഇവിടെ നിർമ്മിച്ചു എന്ന് പറയുന്നതാവും ഏറ്റവും അനുയോജ്യമായ വാക്ക് എനിക്ക് തോന്നുന്നു. എൻ്റെ പുരയിടം എന്ന് പറയുന്നത് 3 സർപ്പക്കാവുകളും വിശാലമായ കുളവും അമ്പലവും ഒക്കെ ചേർന്ന വളരെ വൈവിധ്യമുള്ള ജൈവ വൈവിധ്യമുള്ള ഒരുപാട് ജന്തുക്കളും സസ്യങ്ങളുമൊക്കെ ചേർന്ന് കിടക്കുന്ന വലിയൊരു പ്രദേശമാണ്. അപ്പോൾ ഇതിനോട് ചേർന്നുകൊണ്ട് ഇതിന് ചേരുന്ന ഒരു സ്ഥാപനം ഇത് തുടങ്ങുന്ന സമയത്ത് ഈ എക്കോസിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നായിരുന്നു എന്നിൽ വരുന്ന ഒരു ഭീതി. ആദ്യം തന്നെ അശ്വിൻ ചെയ്തത് ടീം മാജിക് ലൈനിനെ വിളിച്ച് ഈ പ്രദേശം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മൊത്തമായിട്ടൊന്ന് എന്തൊക്കെയാണ് ഇവിടെയുള്ള വൃക്ഷങ്ങൾ, എന്തൊക്കെയാണ് ജന്തുക്കൾ എന്നൊക്കെ മൊത്തമായിട്ടൊരു കണക്കെടുപ്പ് നടത്തി. ഓരോ പ്രദേശത്തും അവിടെ നിലവിലുള്ള ഒരു വൃക്ഷങ്ങൾക്കും കേടുവരുത്താത്ത വിധത്തിൽ വളരെ മനോഹരമായൊരു കെട്ടിടമാണ്, എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന ഏറ്റവും സുന്ദരമായൊരു കെട്ടിടമാണ് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ കണ്ട സ്വപ്നം അത് പ്രാവർത്തികമാക്കിയത്. മൂന്ന് ലെവലുകളായിട്ടാണ് ഇവിടെ നമ്മളെ പ്രോഗ്രാംസുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. താഴത്തെ ലെവലിൽ ചെസ്സ് പഠിക്കുന്ന സ്ഥലം, മുകളിലത്തേത് ഒരു മൾട്ടിപർപ്പസ് സ്പേസ്, ഏറ്റവും മുകളിൽ ഒരു മെസനൈൻ സ്പേസ്. ഭാവിയിൽ ഇവിടെ ഒരു സ്റ്റേറ്റ് ടൂർണമെൻറ്റോ നാഷണൽ ലെവൽ ടൂർണമെൻറ്റോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഗാലറി പോലെ ആവുന്ന രീതിയിലും, അതേസമയം ആ ഒരു സ്പേസ് ഒരു മിനി ആംഫി തിയേറ്റർ പോലെ ഒരു ചെറിയൊരു ഗ്രൂപ്പിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലോ എല്ലാത്തിനും മൾട്ടിപർപ്പസ് നേച്ചറായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡിസൈനിലെ ഏറ്റവും സ്ട്രോങ് എലിമെൻ്റ് ആയി നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ റൂഫ് തന്നെയാണ്. വളരെ നിർബന്ധമായിരുന്നു ഓൾറെഡി ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്ത് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ റൂഫ് വരണമെന്ന്. ഫ്രണ്ട് എലിവേഷനിൽ നോക്കിയാൽ നമ്മൾ ഒരു ഫ്ലോർ ഹൈറ്റിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന റൂഫും, പക്ഷേ നമ്മൾ ഈ മൾട്ടിപർപ്പസ് സ്പേസിലേക്ക് കയറിയാൽ അത് തൊട്ടടുത്തുള്ള വയലിലേക്ക് ഓപ്പൺ അപ്പ് ആവുന്ന ഒരു 3 നില പൊക്കമുള്ള ഒരു റൂഫായി നിൽക്കുന്ന രീതിയിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തത്.
അപ്പോൾ ഇവിടെ സമയം ചെലവഴിക്കുന്ന ആർക്കും മനസ്സിലാവും ഇത് കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല, ഇത് സമൂഹത്തിലേക്ക് ഒരുപാട് മെസ്സേജുകൾ കൊടുക്കാൻ കഴിയുന്ന, എത്രയോ പേർക്ക് വന്നിരുന്നാൽ ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. കാറ്റും വെളിച്ചവും ഒന്നിച്ച് കയറിക്കൊണ്ട് ശാന്തമായിരുന്ന കുട്ടികൾക്ക് ചെസ്സ് കളിക്കാനും, അതുപോലെ ചെറിയ ചെറിയ ഗാനസന്ധ്യകൾ, അതുപോലെ നർമ്മ സംഭാഷണങ്ങൾ, അതുപോലെ ഇൻ്റലക്ച്വൽ മീറ്റിങ്ങുകൾ, ഇതിനൊക്കെ പറ്റിയ ഒരിടമായി ഇത് മാറിയിട്ടുണ്ട്. ആ ഓപ്പണപ്പായി നിൽക്കുന്ന ആ വയൽപ്പാടം, പണ്ട് ഒരു നെൽകൃഷി സജീവമായി നടന്ന സ്ഥലമാണ്. അവിടെ ഭാവിയിലേക്ക് നമ്മളൊരു വെറ്റ്ലാൻഡ് കൺസർവേഷൻ പ്രൊജക്റ്റ് പോലെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ വേളയിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ, എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യം, ജന്തുശാസ്ത്രം അധ്യാപകനായ ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നതിലും അധികം ഇതിൻ്റെ ആർക്കിടെക്റ്റ് പ്രകൃതിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ ഓരോ നമ്മളുടെ നീർത്തടത്തിലെ തവളയും നീർക്കോലിയും ഒക്കെ ഈ പ്രകൃതിക്ക് നൽകുന്ന സംഭാവനകൾ എന്താണ്, എന്തുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ സംരക്ഷിക്കണം, എന്തുകൊണ്ട് നമ്മുടെ ഒരു കെട്ടിടം ഇവരുടെ ജീവിതത്തിന്, ഈ ജന്തുജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ ജീവിതത്തിന് ഒരു വിധത്തിലും ഒരു കേടും വരാതെ, കോട്ടവും വരാതെ ഈ പ്രകൃതിയെ എങ്ങനെ മനോഹരമായി സംരക്ഷിച്ചുകൊണ്ട് നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കാം. ഇതിനുള്ള ശ്രദ്ധയാണ് യഥാർത്ഥത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. ഇതൊരു നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇതിനൊരു അന്ത്യം സൃഷ്ടിച്ചിട്ടില്ല. ഇവിടെ ഇനിയും ഒരു ആർക്കിടെക്റ്റിൻ്റെ കയ്യൊപ്പ് വരാതെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അവരുടേതായ മീനിങ് ഫുൾ അഡിഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതകളും ഉള്ളൊരു സ്പേസാണ്.